ഞാൻ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പട്ടാമ്പിയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൊച്ചേട്ടന്റെ കത്ത് 20 ജൂൺ 2026. പറന്നു പറന്നു വരുന്നുണ്ട് പിറന്ന നാളിന്റെ കഥകൾ. പ്രിയ DCL കൂട്ടുകാരെ, അന്ന് രാത്രിയിലാണ് ആശുപത്രിയിലേക്ക് പോയത്. പ്രകാശിൽ നിന്ന് തങ്കമണി വരെ പലരും ചേർന്ന് കട്ടിലിൽ അമ്മയെ ചുമന്നുകൊണ്ടുപോയി. തങ്കമണിയിൽ നിന്നും കാൽവര മൗണ്ടിലേക്ക് ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴുണ്ട് പെരും മഴ. വഴി ഇന്നത്തെ പോലെയൊന്നുമല്ല, വെറും ചെമ്മൺ പാത. മഴ പെയ്യുമ്പോൾ ചെളി കുഴിഞ്ഞ മൺപാതയിലൂടെ ജീപ്പ് കയറ്റം കയറാൻ കൂടെ വന്നവർ ജീപ്പിൽ നിന്നിറങ്ങി തള്ളും. അങ്ങനെ 2-3 കിലോമീറ്ററുകൾ പെരും മഴയത്ത് വണ്ടി തള്ളിയാണ് കാൽവര മൗണ്ടിലെത്തിച്ചത്. അവിടെ നിന്ന് കട്ടപ്പന സെന്റ് ജോൺസ് മിഷൻ ആശുപത്രിയിലേക്ക് പറന്നു. അവിടെ എത്തിയപ്പോഴേക്കും അമ്മച്ചിക്ക് പ്രഷർ കൂടി ശരീരം കോച്ചിപ്പോയി. 2 മണിക്കൂർ കൊണ്ട് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ചിലപ്പോൾ അമ്മയും കുഞ്ഞും മരിക്കില്ല. പിന്നെ ദൈവം തമ്പുരാനെ എന്ന് വിളിച്ചൊരു പോക്കാണ്. അന്ന് KK റോഡ് ഇന്നത്തെ പോലെയൊന്നുമല്ല. വളവും തിരിവും കുണ്ടും കുഴിയുമാണ്. വീതി തീരെ കുറവും. അങ്ങനെ പറന്നു പോകുമ്പോൾ അമ്മയുടെ ബോധം പോയി. എല്ലാവരും ജീപ്പിലിരുന്ന് നിലവിളിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അതാ ഒരു വലിയ പാണ്ടി ലോറി വലിയ തടികളുമായി ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നു. ജീപ്പിന് ഓവർടേക്ക് ചെയ്യാനും ആവുന്നില്ല. ആകെ ടെൻഷൻ, കൂട്ടക്കരച്ചിൽ. കുറെ കഴിഞ്ഞാണ് ഒന്ന് കയറി പോവാൻ പറ്റിയത്. അങ്ങനെ ഒരു തരത്തിൽ മുണ്ടക്കയം എത്തി. അവസാനം ഓപ്പറേഷൻ കൂടാതെ പ്രസവം. അന്നേരമാണ് അറിഞ്ഞത് ഇരട്ട കുട്ടികളാണെന്ന്. അമ്മയ്ക്ക് ബോധം തെളിഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞാണ്. പ്രിയ കൂട്ടുകാരെ, ഇത്രയും വായിച്ചപ്പോൾ ഇതെന്തു കഥയാണ്, ഇത് ആരുടെ കഥയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് മറ്റാരുടെയും കഥയല്ല. ഇത് എൻ്റെ പിറന്നാൾ കഥയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ ഏതാണ്ട് കഴിഞ്ഞ 50ലേറെ വർഷങ്ങളായി ഞങ്ങളുടെ അച്ഛനും അമ്മച്ചിയും എല്ലാ പിറന്നാൾ ദിനത്തിലും ഞങ്ങളോട് പറഞ്ഞിരുന്ന പിറന്നാൾ നാളിന്റെ കഥകൾ കേട്ടു കേട്ട് കാണാപ്പാടമായിട്ടും കഴിഞ്ഞ വർഷം ആദ്യം കേൾക്കുന്നത് പോലെ ഞങ്ങൾ ആവേശത്തോടും അത്ഭുതത്തോടും കൂടി കേട്ട കഥയാണിത്. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും പിറന്ന നാളുണ്ട്. നമ്മൾ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ പിറന്ന നാൾ ആർക്കാണ് ഹാപ്പി ബർത്ത്ഡേ ആകുന്നത്? പിറന്ന നാളിൽ നമുക്ക് അത് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നോ? എന്നിട്ടും നമ്മൾ ചീവീട് കരയുന്ന പോലെ നീണ്ട വായിൽ നിലവിളിക്കുകയായിരുന്നല്ലോ. പിറക്കുമ്പോൾ കുട്ടി കരയണം. കരഞ്ഞില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പിറന്ന ദിനം നമ്മുടെ അമ്മച്ചിക്കും അച്ഛനും ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നോ? ഇത് വായിക്കുന്ന നിങ്ങൾ ഒന്നറിയണം. നിങ്ങൾ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിളിക്കുന്ന നിങ്ങൾ ഓർമ്മയില്ലാത്ത ആ ദിവസത്തിന് ഒരു കഥയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പപ്പയും മമ്മിയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കാൻ, നിങ്ങളുടെ ജീവിതം സന്തോഷഭരിതമാക്കാൻ നിങ്ങളറിയാതെ മാതാപിതാക്കളും മറ്റുള്ളവരും ഏറ്റെടുത്ത കണക്കില്ലാത്ത കഷ്ടപ്പാടുകളുടെ ഓർമ്മയാണ് നമ്മളിൽ പലരും ഹാപ്പി ബർത്ത്ഡേ എന്ന് വിളിക്കുന്നത്. വളരുമ്പോൾ നമ്മൾ പിറവി നൽകിയവരെ മറന്നേക്കാം. എന്നാൽ അവർ മറക്കില്ല. നമ്മുടെ പിറവിയും നമ്മൾ അറിവിനും സുബോധത്തിനും മുൻപ് കാട്ടിക്കൂട്ടിയ അസഹനീയമായ സകല വിക്രകളെയും അവർ ഒരിക്കലും മറക്കില്ല. ഇന്ന് അച്ചാച്ചൻ മരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളിലും 1ാമത്തെ ഹാപ്പി ബർത്ത്ഡേയിലും ഓർമ്മകൾ പറന്നു വരുന്നുണ്ട്. ഈ ദിനത്തിലെ കാറ്റലകളിൽ പോലും മുഴങ്ങുന്നുണ്ട് ആ ശബ്ദം. നിങ്ങളുടെ ജനനത്തിന്റെയും ജീവിതത്തിന്റെയും കഥകൾ ഇന്നു തന്നെ ചോദിച്ചറിയാൻ തുടങ്ങുക. അത് കേൾക്കാൻ സമയം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങൾ എങ്ങനെ ഇന്നത്തെ നിങ്ങളായെന്ന്. ആ അറിവാണ് മക്കളെ ജീവിതത്തിന്റെ നിറവ്. ആശംസയോടെ സ്വന്തം കൊച്ചേട്ടൻ.